പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വം 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 മഹത്വം. യേശുവിന്റെ രക്തത്താൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി പ്രാർത്ഥനാ ഗ്രൂപ്പില് അല്പനിമിഷം തിരുവചനമായി ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പ്രിയരെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം ദൈവം നമുക്ക് ഒരുക്കി തന്നു. നമ്മുടെ കർത്താവിന്റെ സന്തോഷത്തോടുകൂടെ നമുക്കെല്ലാവർക്കും മഹത്വപ്പെടുത്താം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്റെ പ്രിയരെ, അല്പനിമിഷം മാത്രമേ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ആകയാൽ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്കെല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം, കർത്താവിനെ സ്തുതിക്കാം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം തന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നതാണ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, അതിനു മുൻപായി ഒരു പഴയ ഒരു മലയാളം ഗാനം ഒന്ന് പാടാൻ നമുക്കെല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മശിഹായുടെ നാമത്തിലാണ് ദൈവങ്ങളെ നാം ആയിരിക്കുന്നത്. ആണ്ടവരും രക്ഷകരുമാക്കി യേശു ക്രിസ്തുവിൻ ഇണയറ്റ നാമത്തിൽ അൻപിൻ வாழ்த்ததிலே நான் உங்களுக்கு தெரிவிக்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, இன்றைய மாலை நேரம் கர்த்தருடைய வசன தியானத்திற்குள் பிரவேசிப்பதற்கு முன்பதாக ஒரு மலையாள பாடல் ஒன்று நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ட். 2-3 பேர் எங்க இருந்தாலும் அவர் மத்தியே நான் உண்டு என ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே கர்த்தர் நம்மோடு கூட இருக்கிறார். விசுவாசத்தோடு கூட தேவனை தொழுது கொள்ளும்படியாக, தேவனை துதிக்கும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ட். நமக்கு எல்லாവർക്കും ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്ഷാമമേറ്റു സരഫത്തിൽ സഹിച്ചിടാനായി മാറിക്കുവാനൊരുക്കമായിരുന്നിടിലും, ക്ഷാമമേറ്റു സരഫത്തിൽ സഹിച്ചിടാനായി മാറിക്കുവാനൊരുക്കമായിരുന്നിടിലും, കാലത്തിലെ മാവിലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമൻ നൂരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമോ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകനെന്റെ അടുക്കൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകനെന്റെ അടുക്കൽ വരും. അപ്പവും ഇറച്ചീവ കാരത്തിൽ തരും ജീവ
ഉറവയൻ തോടെനിക്ക് ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ. ഉറവയൻ തോടെനിക്ക് ദാഹം തീർത്തിടും. എനിക്കായി കരുതാമൻ നൂരച്ചാവനേ. എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ദൈവമക്കൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവമക്കളെ ഭയത്തോടുകൂടെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയനുറുക്കത്തോടുകൂടെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ഈ ഗാനത്തെ നിങ്ങൾക്ക് പാടുവാൻ കഴിയും. ഹല്ലേലൂയ. നാം അറിയാത്ത, നാം ചിന്തിക്കാത്ത നിലകളിലൂടെ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ എന്റെ പ്രിയ സഹോദരങ്ങളെ. കഴിഞ്ഞ നാളുകളിൽ എത്രയോ കഷ്ടങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ഒക്കെ ആയിരുന്നില്ലേ. എങ്കിലും ഹല്ലേലൂയ ഒരു കുറവും സംഭവിക്കാതെ അപ്പൻ നമ്മളെ കാത്ത് സൂക്ഷിച്ചു പരിപാലിച്ചു. നാം ഒന്ന് കരുതി വെച്ചിട്ടല്ല, പിന്നെയോ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. നമുക്ക് പാടാമല്ലോ ദൈവമക്കളെ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തു കലപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തു കലപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരും നല്ലോ എന്നും, വാനിലെ പറവകൾ പുലരും നല്ലോ. വയലിലെ താമരകൾ വളരും നല്ലോ എന്നും, വാനിലെ പറവകൾ പുലരും നല്ലോ. ശത്രുഭീതി കേട്ടു തെല്ലും നാടും കീടിലും, ചൂരച്ചെടി താണ്ടലത്തിൽ ഉറങ്ങിയിടിലും. വന്നുണർത്തി തരും ദൂതൻ കാനാലടകളിൽ തിന്ന്, തൃപ്തനാക്കി നടത്തിടും ദിനം ദിനമാ. എനിക്കായി കരുതാമൻ നൂരച്ചവനേ. എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനീ കത്തിലില്ലേയൊന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ദൈവമക്കളെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതികൂലങ്ങളും നമ്മുടെ കഷ്ടങ്ങളും എല്ലാം കർത്താവിന്റെ ചുമലിൽ താഴ്ത്തി, കർത്താവിന്റെ പാദപീഠത്തിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് വചനത്തിന് മുൻപ് താണിരിക്കുന്നതിന് മുൻപായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരോടും ഇടപെടട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഇന്നത്തെ ഈ വചനത്തിന് മുൻപിൽ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനം കേൾക്കുവാനിരിക്കുന്ന ദൈവമക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും നാളെയെ കുറിച്ചുള്ള ഭാരമുള്ളവരായി, വേദനയുള്ളവരായി, നിരാശരായി കഷ്ടപ്പെടുന്നുവെങ്കിൽ യേശുവേ, അങ്ങയുടെ അതിവേഗത്തിലോടുന്ന വചനമയച്ച് അവരുടെ ജീവിതത്തിലൊരു മാറ്റം, അവർക്കൊരു സമാധാനം, അവർക്കൊരു ആശ്വാസം, അവർക്കൊരു വിടുതൽ നൽകുവാൻ എന്റെ കർത്താവിന്റെ വചനത്തിന് കഴിയും. ആകയാൽ അങ്ങയുടെ പൊന്നുപാദപീഠത്തിൽ സമർപ്പിക്കട്ടെ. കർത്താവ് ഞങ്ങളോട് ഇടപെട്ടാട്ടെ, ഞങ്ങളോടൊപ്പം സംസാരിച്ചട്ടെ. അങ്ങ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ, അതായത് പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാ അഡ്മിന്മാർക്കും, ദൈവദാസിദാസന്മാർക്കും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. എന്റെ പ്രിയരെ, അരുമനാഥന്റെ വരവ് സമീപമായിരിക്കുക. ഹല്ലേലൂയ. ആകയാൽ നാം ഓരോരുത്തരും നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അത് പ്രാർത്ഥനയിലാകട്ടെ, പാട്ടിലാകട്ടെ,
മെസ്സേജുകളിലാകട്ടെ, ദൈവത്തെ എങ്ങനെയൊക്കെ സ്തുതിക്കുവാൻ കഴിയുമോ അങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ജ്വലിക്കുന്നവരായി തീരുവാൻ പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം അല്പനിമിഷം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുള്ളൂ. വലിയ ദീർഘനേരം എടുക്കുന്ന ഒരു വചനത്തിന് വേണ്ടിയല്ല ഹല്ലേലൂയ ഞാൻ പോകുന്നത്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തന്നെ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നാം മനുഷ്യ ലോകത്തില് നമുക്കേയും പലതരത്തിലുള്ള ചിന്തകളും ഭാരങ്ങളും ആകുലതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നവരാ. നാളെ എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. അയ്യോ, നാളെ എന്താകും, എന്റെ കുഞ്ഞിന്റെ ഭാവി എങ്ങനെയാകും, എന്റെ ഭർത്താവിന്റെ വിഷയം എന്താകും, എന്റെ ഭാര്യയുടെ വിഷയം എന്താകും, എന്റെ മകളുടെ വിവാഹം നടക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ വിഷയത്തിൽ നാം നീറി 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 കഴിയുകയാ. സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരുടെയൊക്കെ ഭാരം എന്തായിരിക്കും? കടബാധ്യതകൾ ഉള്ളവരൊക്കെ അയ്യോ, നാളെ കടൻകാരൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞങ്ങൾ എന്തോ പറയും, എന്താണ് ഞാൻ പറയേണ്ടുന്നത്, എങ്ങനെ എന്റെ കടൻ അടയ്ക്കുവാൻ കഴിയും, എങ്ങനെ എന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും, എന്റെ വീട്ടുവാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ ഉള്ള ഓരോ വിഷയങ്ങളിൽ ഭാരപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെ കുറിച്ചുള്ള കവല ഇപ്പോഴേ വന്നു കഴിഞ്ഞിരിക്കുക. നാളെ എന്നുള്ള ഇനി ഒരു രാത്രിയുണ്ട്. പക്ഷേ ആ രാത്രി ആകുന്നതിന് മുൻപ് തന്നെ മനസ്സിന്റെ ഉള്ളത്തിനാഴത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുക. അയ്യോ, നാളെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്, അയ്യോ എന്റെ കാര്യം എങ്ങനെയാ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്താഭാരം നമ്മളെ കുഴച്ചുകൊണ്ടിരിക്കുക. സഹോദരനെ, സഹോദരിയെ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദ പുസ്തകത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിക്കേണ്ട കാര്യങ്ങളുമുണ്ട്, ചിന്തിക്കരുതാത്ത കാര്യങ്ങളുമുണ്ട്. നമുക്ക് ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി പ്രിയരെ നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവേൻ. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തതയോടുകൂടി വിളിച്ചു പറയുക. എന്താണ് ദൈവമക്കളെ നാം ചിന്തിക്കേണ്ടത്? സത്യമായ വിഷയങ്ങളെ നാം ചിന്തിക്കണം, ഘനമായ കാര്യങ്ങൾ ചിന്തിക്കണം, നീതിയായ വിഷയങ്ങളെ മാത്രം നാം കൈക്കൊള്ളണം, നാം ചിന്തിക്കണം. അതുപോലെ തന്നെ നിർമ്മലമായ വിഷയങ്ങളിൽ നാം ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, അത് മാത്രമല്ല രമ്യമായ വിഷയങ്ങളിലൂടെ മാത്രമേ നാം കടന്നു പോകാവൂ. സൽകീർത്തിയോ അതേപോലെ തന്നെ സൽഗുണമോ പുകഴ്ചയോ അതൊക്കെ ചിന്തിച്ചു കൊള്ളുവിൻ എന്ന പൗലോസ് നമ്മളെ വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, നാം നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു വന്നാട്ടെ. ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധന കഴിക്കുമ്പോൾ നാം ചിന്തിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണോ? നമ്മുടെ സ്നേഹിതരെ കാണുമ്പോൾ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ കാണുമ്പോൾ, നമ്മുടെ ഭവനത്തിലുള്ളവരെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് നാം ഇതൊക്കെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണോ നാം സംസാരിക്കുന്ന വിഷയങ്ങൾ? പലരുടെയും ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ഭവനത്തിലേക്ക്, അത് തന്നെ പോട്ടെ, ഭർത്താവ് ഭവനത്തിലേക്ക് വരുമ്പോൾ ഭാര്യ രാവിലെ മുതലുള്ള വിഷയങ്ങൾ ആരംഭിക്കും. അതുപോലെ തന്നെ ഭാര്യ തുടങ്ങും, അയ്യോ അവിടെ കടം കൊടുക്കണം, ഇവിടെ കടം കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം, എന്താ സംഭവം, നീ എന്ത് സമ്പാദിച്ചത് എവിടെ, നിന്റെ കാശ് എവിടെ, നിന്റെ പണം എവിടെ, നീ എന്താ ചെയ്തത്, എന്തിയെ കാശ് എന്തിയെ, ഇങ്ങനെ പറഞ്ഞ് അത് ഇതം പറഞ്ഞ് 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 ഭവനത്തിലെ സമാധാന സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സഹോദരങ്ങളെ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ജോലി കഴിഞ്ഞ് വന്നാലോ ഭവനത്തിലുള്ള മാതാപിതാക്കൾ അവർക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോ മാതാപിതാക്കൾക്ക് കീഴ്പ്പടിയാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിലും സ്വസ്ഥതയില്ല. എങ്ങും എവിടെയും ഒരു സമാധാനമോ സന്തോഷമോ ഇല്ലാത്തൊരു അന്തരീക്ഷം കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ എവിടെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം വായിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണോ നമ്മുടെ ആത്മീക ജീവിതത്തിൽ? നമ്മെ തന്നെ ഒന്ന് പരിശോധന കഴിക്കണമേ എന്ന് ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടെ എങ്ങനെയാണ് കാണുന്നത്? അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. സഹോദരിയെ, സഹോദരനെ,
പലവിധമാകുന്ന വിഷയങ്ങളുടെ മുൻപിൽ ഹാലലിയ ഭാരപ്പെടുകയാണോ? കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, നാളേക്കായി വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിനുള്ളതാ, കർത്താവ് നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുകയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഡോണ്ട് വറി അബൌട്ട് ടുമോറോ, ഫോർ ടുമോറോ വിൽ ബ്രിങ്സ് ഇറ്റ്സ് ഓൺ worries today. His trouble is enough for today. പ്രിയ ദൈവമക്കളെ, ദൈവ പൈതലെ, നാളെയെ കുറിച്ച് വിചാരപ്പെടരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ മനസ്സുണ്ട്? ദൈവമക്കൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നാളെയെ കുറിച്ച് കവലപ്പെടരുത്, നാളെയെ കുറിച്ച് ഭാരപ്പെടരുതെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ എന്നാണ് പറയുന്നത്. ഇന്നത്തെ പ്രശ്നം മതിയെന്നേ. ഇന്നത്തെ ദിവസം, ഇന്നത്തെ വിഷയം മതി. പ്രൈസ് ദി ലോർഡ്. നാളത്തെ വിഷയങ്ങളോട് ഇട്ട് കുഴക്കണ്ട, അതാണ് പറയുന്നത്. പ്രിയ സഹോദരനെ, സഹോദരിയെ, നാളത്തെ വിഷയവും നാളെ കഴിഞ്ഞുള്ള വിഷയം കൂടെ നീ ചേർത്ത് വെച്ചിട്ട് നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തണ്ട. ആകയാൽ ദൈവം നിനക്ക് വേണ്ടി നിയമിച്ചു തന്ന ഇന്ന് എന്ന ദിവസത്തെ കുറിച്ച് നീ കവലപ്പെടുക. ഇന്ന് നിനക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? എന്റെ ദൈവം എന്താണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്ന വാഗ്ദത്തം എന്താണ്? അത് ഞാൻ നിറവേറ്റിയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് എന്ന വിഷയത്തെ കുറിച്ച്, ഇന്നത്തെ കുറിച്ച് നാം വിചാരപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. നമ്മെ കൊണ്ട് എത്തിക്കുന്ന നാളെയെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് കർത്താവിനുള്ളതാ. പ്രശ്നങ്ങളില്ലാത്ത ഒരു ഇന്നും, പ്രശ്നങ്ങളില്ലാത്ത ഒരു നാളെയും നമുക്ക് ഉണ്ടാകണമെന്നില്ല എന്റെ പ്രിയരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പ്രശ്ന സങ്കീർണമായ ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചു കയറുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നാം ചിന്തിക്കും, എനിക്കൊരു മനസ്സിന് സമാധാനമായത്, എന്റെ പ്രശ്നത്തിനൊരു വിടുതൽ ലഭിച്ചത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അടുത്ത സ്പോട്ടിൽ തന്നെ അടുത്ത വിഷയം നിനക്ക് വന്നു കഴിയും. കാരണം എന്താ? ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു എങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു മകനോ മകളോ എങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും കഷ്ടത തീരാൻ പോകുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും ലോകത്തെ കഷ്ടത്തെ ജയിച്ചവനാ എന്റെ കർത്താവ്. ആ അപ്പന്റെ പാദപീഠത്തിലല്ലേ നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയം രോഗമായിരിക്കാം. മനുഷ്യരുടെ മുൻപിൽ കടന്നു വരാൻ പറ്റാത്ത തരത്തിലുള്ള ഹല്ലേലൂയ തീരാ രോഗത്തിന് നീ അടിമപ്പെട്ടു പോയോ മകനെ, മകളെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ തൊഴിൽ രംഗത്ത് നിനക്ക്, ബിസിനസ് മേഖലയിൽ നിനക്ക് ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക, അല്ലെങ്കിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ നിനക്ക് സമാധാനമുണ്ടായെന്ന് വരികയില്ല. പ്രിയ സഹോദരങ്ങളെ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ നീ ഭാരപ്പെടുകയാണോ? അങ്ങനെ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ നിന്നെ അലയടിച്ചു കയറുന്ന നിന്റെ മുൻപിലേക്ക് പൊങ്ങി അല്ലെങ്കിൽ ഉയർന്നു വരികയാണോ? സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവത്തിന് അസാധ്യമായത് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല. എന്റെ കർത്താവ് മനസ്സ് വെച്ചാൽ അര സെക്കൻഡ് കൂടെ വേണ്ട നിന്റെ പ്രശ്നത്തിന് മറുപടി ഉണ്ടാകുവാൻ, നിന്റെ പ്രശ്നത്തിൽ വിടുതല കാണുവാൻ. നീ ഭാരപ്പെടുകയാണോ സഹോദരിയെ? നീ വേദനപ്പെടുകയാണോ? കണ്ണുനീരിന്റെ മധ്യത്തിൽ കഴിയുകയാണോ? എന്റെ യേശുവിന്റെ അരികിലേക്ക് വാ. എന്റെ യേശു കർത്താവിനോടൊന്ന് തുറന്നു പറ, എന്റെ കർത്താവെ, എന്നെ ഒന്ന് വിടുവിച്ചാട്ടെ, എന്റെ പ്രശ്നങ്ങളിൽ ഒരു വിടുതൽ തന്നാട്ടെ. എത്ര പേർക്ക് എന്നാ ഒരു സമർപ്പണമുണ്ട്? വചനത്തിന് മുൻപിൽ സമർപ്പിക്കുവാൻ കഴിയുന്ന ദൈവജനത്തിന് വലിയ വിടുതല കർത്താവ് നിനക്ക് വേണ്ടി ഒരു വലിയ നന്മ ഒരുക്കി വെച്ചിരിക്കാം. എത്ര പേർ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയും? ആകയാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രിയരെ, നാളെയെ കുറിച്ച് കവലപ്പെടാതിരുന്നാൽ നാം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വിട്ടുപോകും. ഒരു കാര്യം കൂടെ പറയട്ടെ, വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വിഷയം ഇന്ന് ചെയ്ത് തീർക്കേണ്ടുന്നത് ചെയ്യാതെ വരുമ്പോൾ നാളെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇരട്ടിയായി ചെയ്യും. നാളത്തേത് ചെയ്യാതെ വരുമ്പോൾ 3 days ആകുന്നു. അപ്പോൾ നാം ഇരട്ടിയായി ചെയ്തു തീർക്കേണ്ടി വരും. ജീവിതത്തില്
നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ അന്നന്ന ദിവസത്തിൽ ചെയ്യാത്തത് കൊണ്ട് പെൻഡിങ് ആകുന്നു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ആകയാൽ കർത്താവ് നമ്മളോട് എന്താണ് പറയുന്നത് അത് ഏൽപ്പിച്ചിരിക്കുന്ന ആ പിതാവിന്റെ മുൻപിൽ വിശ്വസ്തയോടുകൂടി നാം കാര്യങ്ങളെ ചെയ്തു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തവണ വരത്തില്ല. ഹല്ലേലൂയ. ദൈവ പൈതലേ, നാളെയെ കുറിച്ച് കവലപ്പെടാതിരുന്നാൽ നാം ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിട്ടുപോകും. അത് ചെയ്യുവാൻ കഴിയാതെ വരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവ പൈതലേ, ദൈവവചനം നമ്മെ ഉറപ്പിക്കുന്നത് എന്താണ്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിലൊന്ന് ആശ്രയിച്ചാട്ടെ. സകല ചിന്താകുലവും ആ അപ്പന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. എന്റെ പ്രിയരെ, അവൻ നമ്മെ പുലർത്തുന്ന ദൈവമാ, അവൻ നമ്മെ താങ്ങുന്ന ദൈവമാ, അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാ. ഇത്രമാത്രം സ്നേഹത്തോടുകൂടെ നമ്മെ കരുതുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയുമോ എന്റെ പ്രിയ സഹോദരങ്ങളെ? ആകയാൽ നാം ഓരോരുത്തരും നമ്മുടെ വിഷയങ്ങളുടെ മുൻപിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നടത്തുക. കർത്താവ് നമ്മളെ വിട്ടുവെക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ പുലർത്തും സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോടുകൂടെ ഹല്ലേലൂയ ആണ്. നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേലായി കർത്താവ് നമ്മളോട് മുമ്പിൽ കാണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആകയാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ആ കാര്യങ്ങളെ നാം കൃത്യതയോടുകൂടെ ചെയ്തു നിൽക്കുമ്പോൾ സഹോദരനെ സഹോദരിയെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയും ഉണ്ടാകത്തില്ല, ഒരു ഡ്യൂ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. കർത്താവിന് വേണ്ടി വളരെ പെർഫെക്റ്റ് ആയി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കും എന്നത് ഞാൻ ഇന്ന് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത് നമുക്കറിയാമോ ദൈവമക്കളെ? അത് വ്യക്തതയോടുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനം 4-ാമത്തെ ആയത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേ അബൌട്ട് എവരിത്തിങ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നാം എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ റോസ് ഫാമിലി പ്രാർത്ഥന ഗ്രൂപ്പിന്റെ ആപ്തവാക്യം തന്നെ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? പ്രാർത്ഥന വിജയത്തിന്റെ രഹസ്യമാണ്. പ്രാർത്ഥന ഹൃദയം തുറക്കുന്ന താക്കോലാണ്. എന്റെ പ്രിയ ദൈവ പൈതലെ, എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാൻ കഴിയും? ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവന്റെ വിജയത്തിന്റെ രഹസ്യം എന്താ? പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാണ് ദൈവമക്കളെ. പ്രാർത്ഥന ഇല്ലാതെ ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥന ജീവിതമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇവിടെ പറയുന്നത് പൗലോസ് എന്താ പറയുന്നറിയാമോ? എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദുഃഖങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, നിന്ദകൾ മാറും, പ്രതികൂലങ്ങൾ മാറും. പ്രിയരെ, കർത്താവ് നമ്മളെ ശക്തനായ ദൈവം, നമ്മുടെ കർത്താവ് ശക്തനായ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ തരിക തന്നെ ചെയ്യും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവ് നമ്മുടെ കൂടെയാ. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന നമുക്ക് മാത്രമല്ല, നമ്മുടെ ദേശത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, എല്ലാവർക്കും അതെ അവർക്ക് വിടുതല. ദൈവമക്കളെ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം അനേകർക്ക് സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. പ്രാർത്ഥന അത് വലിയൊരു കോട്ടയാണ് ദൈവമക്കളെ. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഏത് സമയത്തും പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാതെ വന്നങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ച് തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതത്തിന്റെ വാക്കുകൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കർത്താവ് ചെയ്ത നന്മകൾ, കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വർണ്ണിച്ചെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ നിന്റെ ജീവിതം മാറും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം, ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയ നുറുക്കത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നടത്തുക. സഹോദരനെ, സഹോദരിയെ, നിന്റെ വിഷയം മാറും. ഹല്ലേലൂയ. തൊഴിൽ രംഗത്ത്, ബിസിനസ് മേഖലയിൽ നിനക്ക് ഹല്ലേലൂയ മുന്നേറുവാൻ കഴിയുന്നില്ലയോ? ഹല്ലേലൂയ. മകനെ, മകളെ, നിന്റെ ഭാരം സഹോദരങ്ങളോടോ കൂടപ്പിറപ്പുകളോടോ മറ്റുള്ളവരോടോ അല്ല നീ പറയുവാനായിട്ട് മുതിരണിടുന്നത്. മുൻപായി ഹല്ലേലൂയ ദൈവത്തോടൊന്ന് പറ. ഹല്ലേലൂയ ദൈവത്തോട് പറ, തുറന്നു പറ. എന്റെ കർത്താവേ, എന്റെ ബിസിനസ്സേ കർത്താവ് അനുഗ്രഹിച്ച് തരണമേ എന്ന് ഒന്ന് പറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? ദൈവ പൈതലേ, ഹൃദയ നുറുക്കത്തോടെ, കരച്ചിലോടുകൂടെ, വിലാപത്തോടുകൂടെ, ഉപവാസത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുമോ? കർത്താവ് നിന്നെ സഹായിക്കും.
പ്രൈസ് ദി ലോർഡ്. ആകയാൽ താങ്ക് ഗോഡ് ഫോർ ഓൾ തിങ്സ്. എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് നന്ദി പറ ദൈവമക്കളെ. കർത്താവ് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും കർത്താവ് നമ്മളെ വിട്ടുവെക്കുന്നില്ലേ? കർത്താവ് നമ്മളെ വഴി നടത്തുന്നില്ലേ? അത് പ്രൈസ് ദി ലോർഡ്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ എന്നൊന്നുമില്ല. ദൈവത്തിന് നന്ദി പറ എന്റെ ദൈവമക്കളെ. എത്ര പേർക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പണത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നാമൊക്കെയും ദൈവത്തെ അറിയാത്തവരായി നാശയോഗ്യരായിരുന്ന നമ്മെ കർത്താവ് കരങ്ങളിൽ എടുത്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മകളാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ കരം പിടിച്ച് നമ്മളെ ഉയർത്തി ദൈവമക്കളെ നിത്യ ജീവനിലേക്ക് നയിച്ച് വലിയ വിടുതൽ, ഹല്ലേലൂയ, ആ വലിയ വിടുതൽ നമുക്ക് വേണ്ടി തന്നിരിക്കുക. അത് ഓർത്താൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാതിരിക്കുവാൻ കഴിയുമോ? ദൈവത്തിന് നന്ദി പറയാതിരിക്കുവാൻ കഴിയുമോ? ദൈവമക്കളെ, കർത്താവിനെ സ്തുതിക്കുന്ന വിഷയത്തിൽ ആ തിരക്കുള്ളവരായി മാറേണ്ടത്. പലപ്പോഴും ദൈവത്തെ ഒന്ന് സാക്ഷീകരിക്കാൻ പറഞ്ഞാൽ, ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ പറഞ്ഞാൽ, പ്രസംഗിക്കുവാൻ പറഞ്ഞാൽ അതിന് പല കാരണങ്ങൾ പറഞ്ഞു ഒഴിയുന്നവരെ കാണുവാൻ കഴിയും. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു ദൈവദാസനെ ക്ഷണിച്ചു നമ്മുടെ പേജിലേക്ക് പ്രസംഗിക്കുവാനായിട്ട്. ക്ഷണിച്ചപ്പോൾ ആ ദൈവദാസൻ ഫേസ്ബുക്കിൽ വളരെ നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്ന ഞാൻ കണ്ടു. അത് കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹം എനിക്ക് ഡേറ്റ് കുറിച്ച് തന്നു, എല്ലാം ചെയ്തു. പക്ഷേ എന്റെ പേജിൽ കയറിയതിനു ശേഷം അദ്ദേഹത്തിന് എന്ത് കുഴപ്പമുണ്ടായെന്ന് എനിക്കറിയില്ല. എന്നോട് വന്നിട്ട് പെട്ടെന്ന് പറയാ, ആന്റി എനിക്ക് ഡേറ്റ്, എനിക്കിപ്പം സമയമില്ല. അദ്ദേഹം തന്നെ തന്ന സമയമാ, എല്ലാം തന്നു. പക്ഷേ അവസാനം പറയാം, എനിക്കിപ്പം സമയമില്ല, അടുത്ത മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഞാൻ ചൂസ് ചെയ്യാം, ഞാൻ പറയാം എന്നാ. ഞാനൊന്നും പറഞ്ഞില്ല. ദേവദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ നീ തിരക്കുള്ള വ്യക്തിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഒരു മെസ്സേജ് കഴിഞ്ഞാൽ അടുത്ത മെസ്സേജിന് നിന്നെ വിളിക്കണം. അത്രമാത്രം നീ തിരക്കുള്ള വ്യക്തിയായി മാറണം. മറിച്ച് പ്രൈസ് ദി ലോർഡ്, നിന്റെ ഭൗതിക നന്മയ്ക്ക് പിന്നാലെ നീ കടന്നുപോയിട്ട് തിരക്കാന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ മുൻപിൽ വില പോകുകയില്ല എന്നത് വളരെ വ്യക്തതയോടുകൂടി വിളിച്ച് പറയട്ടെ. ആകയാൽ ദൈവജനമേ, സ്തോത്രത്തോടും അവന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരണം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഏത് പ്രാർത്ഥനാ വിഷയമായിരുന്നാലും അത് സ്തോത്രത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാമോ? അത് കർത്താവ് മറുപടി തരും. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, മക്കളുടെ ഭാവിയോർത്ത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സാമ്പത്തിക നിലവാരമോർത്ത് നാം ഭാരപ്പെടുകയാണോ? എന്റെ പ്രിയരെ, കർത്താവിന് ഇതൊരു വലിയ വിഷയമല്ല. കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ആകുലതകളും നമ്മുടെ ചിന്താഭാരവും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നാം സത്യമായതൊക്കെയും നിർമ്മലമായതൊക്കെയും നാം ആലോചിച്ചുകൊണ്ട് നീതിയെ നാം അന്വേഷിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. പ്രിയ ദൈവ പൈതലേ, കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, ഒന്നിനെ കുറിച്ച് ഭാരപ്പെടരുത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നാളത്തെ ദിനം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവമക്കളെ, കർത്താവ് പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാ. എത്ര പേർക്ക് സമർപ്പണമുണ്ട്, എത്ര പേർക്ക് വചനത്തിന് മുൻപിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആത്മീക ഭൗതിക ജീവിതത്തില് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മുടെ അപ്പനറിയില്ലേ? എന്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കാൻ പോകുക. എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളാം. നമുക്ക് എന്താണ് ആവശ്യമെന്ന്, നമ്മുടെ പ്രയാസം എന്താണെന്ന്, നമ്മുടെ ദുഃഖം എന്താണെന്ന് നമ്മളെ വിളിച്ച നമ്മുടെ അപ്പനറിയില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വരാൻ കഴിയുമോ? നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വേദനകൾ എല്ലാം കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. സാധാരണ സഹോദരങ്ങളെ, സാധാരണക്കാർ എങ്ങനെയാ ചെയ്യാറുള്ളതെന്ന് അറിയാമോ? ഒരു കഷ്ടം വന്നാലുടൻ, ഒരു പ്രയാസം വന്നാലുടൻ ആദ്യം കുടുംബാംഗങ്ങളോട് പറയും, ചിലരോ കൂട്ടുകാരോട് പറയും, ചിലരോ മറ്റു സ്നേഹിതരോട് പറയും. എന്നാൽ എല്ലായിടത്തും പോയിട്ട് എല്ലാരും കൈമലർത്തി കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിരാശയുടെ വക്കിൽ ഇരിക്കുന്ന സമയത്താ മുകളിലേക്ക് നോക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നു? സഹോദരനെ, സഹോദരിയെ, പ്രൈസ് ദി ലോർഡ്. ആ
അവസാന ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആരും എന്നെ സഹായിക്കത്തില്ല, ആരും എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് മുകളിലേക്ക് നോക്കുന്നത്, കർത്താവ് ഇരിക്കുന്നത് അപ്പോഴാണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതത്തിലും ശരി, ഭൗതിക ജീവിതത്തിലും ശരി, പ്രഥമ സ്ഥാനം എന്റെ അപ്പന് കൊടുത്താൽ നിശ്ചയമായി നിന്റെ വിഷയത്തിന് വിടുതലുണ്ടാകും. പ്രിയരെ, ഹല്ലേലൂയ. നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിന്റെ വേദനകളെല്ലാം ഒന്ന് പറഞ്ഞാട്ടെ, നിന്റെ ദുഃഖങ്ങളെല്ലാം ഒന്ന് പറഞ്ഞാട്ടെ. കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും, കർത്താവ് നിന്നെ വിടുവിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രശ്നങ്ങളിൽ വിടുതലുണ്ടാകും സ്നേഹിത. ഹല്ലേലൂയ. കർത്താവ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മുടെ മുൻപിൽ പ്രൈസ് ദി ലോർഡ് കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, കർത്താവിന് ദീർഘക്ഷമയുണ്ട്, മഹാദയവുള്ള കർത്താവ്. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. നമുക്കറിയാം, മരുഭൂമിയിലേക്ക് നോക്കിയാൽ കരഞ്ഞ് നിലവിളിയോടെ നിൽക്കുന്ന ഒരു ഹാഗറിനെ കാണുവാൻ കഴിയുന്നു. ആ ഹാഗറിനെ കണ്ടിട്ട് ദൈവത്തിന് മറികടന്ന് പോകാൻ കഴിയുമോ? കർത്താവ് എന്താ ചെയ്തത്? ദൈവം ദൂതനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹാഗറേ, നീ നിലവിളിക്കുന്നത് എന്ത്? കുട്ടി കിടക്കുന്ന ഇടത്ത് ഒരു നീരുറവ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ഇന്ന് വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, അഭിഷേകത്തിന് ശക്തിയാൽ കർത്താവ് നിന്നെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഒരു വഴി അടഞ്ഞു പോയാൽ പല വഴികളെ തുറക്കുന്നവനായ എന്റെ കർത്താവ്. എത്ര പേർ വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. ദൈവജനമേ, പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, കർത്താവ് നിന്റെ വിഷയത്തിന് മറുപടി തരിക തന്നെ ചെയ്യും. ആകയാൽ പ്രൈസ് ദി ലോർഡ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിനും വേണ്ടി നന്ദി പറയുക, എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാളുകളായി കർത്താവിന്റെ വരവോളം വിശ്വസ്തരായി ദൈവസന്നിധി നമുക്ക് കാണപ്പെടാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പൊ ഞങ്ങൾ കേട്ടത് ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്നുള്ള ആ വചനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ വേദനകളെല്ലാം അപ്പന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന ഞങ്ങളെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാകിയ സ്തോത്രം. ഇന്ന് വചനം കേട്ട ദൈവമക്കൾക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിനെ അപ്പച്ചൻ അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നന്മകളെ കൊണ്ട് നിറച്ചാട്ടി ഇതായിരിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, സഹോദരന്മാർ, അവരുടെ കുടുംബങ്ങൾ, സഹോദരിമാർ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം നാഥ. അങ്ങയുടെ വരവോളം ഞങ്ങളെ വിശ്വസ്തരെ കാണപ്പെടുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിച്ച് തന്നാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇതുവരെയിലും എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല, റോസ് ഫാമിലി പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാ അഡ്മിന്മാർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എന്റെ മെമ്പേഴ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല, എന്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർക്ക് യൂട്യൂബിൽ ചെന്നിട്ട് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന ടൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവമക്കളെ, ദിനംതോറും ലഭിക്കുന്ന ആത്മീക മന്ന നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമക്കളെ, ഇന്ന് കൃത്യം 5 മണിക്ക് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് ജോർജ് ഫ്രം റാന്നി കർത്താവിന്റെ ദാസന്റെ വചന ശുശ്രൂഷ ഉണ്ടായിരിക്കും. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ 5 മണിക്ക് തന്നെ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുക. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നാളത്തെ ദിനം ദൈവത്തിനുള്ളതല്ലോ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.